നമസ്കാരം. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിലത്തെ മൂന്നാമത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് നമ്മള് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഏരിയയുടെ എൽ സ്ക്വയർ, വോളിയത്തിന്റെ എൽ ക്യൂബ്, വെലോസിറ്റിയുടെയും സ്പീഡിന്റെയും എൽ ടി റേസ് ടു -1, ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു -2, എനർജിയുടെയും വർക്കിന്റെയും എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് അത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡൈമെൻഷൻസ്. നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ഒരു മാർക്കിന് ചോദിക്കുന്ന ഡെഫിനിഷൻ അത്. ഈ പാഠത്തിന് ഞാൻ ഏറ്റവും അധികം ഡെഫിനിഷൻ പഠിക്കാൻ പറയാം ഈ ഒരു ഡെഫിനിഷനാണ്. വട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡൈമെൻഷൻ? അതെന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡൈമെൻഷൻസ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ an equation is dimensionally meaningful only if the dimension of quantities on both sides of the equation are identical. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിലേ LHSന്റെ ഡയമെൻഷനും RHSന്റെ ഡയമെൻഷനും എന്താവണത്രേ? ഈക്വൽ ആവണത്രേ. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എഴുതിയിട്ടുള്ള ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എമ്മിന്റെ മുകളിൽ എ അല്ലേ, ഇവിടെ എമ്മിന്റെ മുകളിൽ 1. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്താവണത്രേ? 1 ആവണം. അതുപോലെ ഇവിടെ എല്ലിന്റെ മുകളിൽ ബി ആണ്, ഇവിടെ എല്ലിന്റെ മുകളിൽ ആരാണ്? 2 ആണ് അല്ലെ. അതായത് ബി ഈക്വൽ ടു 2 ആവണം. ഇവിടെ ടീയുടെ മുകളിൽ സി ആണ്, ഇവിടെ ടീയുടെ മുകളിൽ 3 ആണല്ലേ. അതായത് സി ഈക്വൽ ടു 3 ആവണം. ഇതിന് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡൈമെൻഷൻസ്. ഇത്രയ്ക്കുള്ള മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ മാസിന്റെ പവർ ഇവിടുത്തെ മാസിന്റെ പവർ ആവണം, ഇവിടുത്തെ ലെങ്ത്തിന്റെ പവർ ഇവിടുത്തെ ലെങ്ത്തിന്റെ പവർ ആവണം, ഇവിടുത്തെ ടൈമിന്റെ പവർ ഇവിടുത്തെ ടൈമിന്റെ പവറിനോട് ഈക്വൽ ആവണം. ഇതിന് വിളിക്കുന്ന പേര് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ്. നിങ്ങൾ എന്തായാലും അതുപോലെ തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതണം. ഇനി ഈ ഡൈമെൻഷണൽ അനാലിസിസിന് പ്രധാനമായിട്ടും ഈ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഡൈമെൻഷൻസിന്റെ ഫോർമുലാസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അത് വെച്ചിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത്തെയാണോ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. രണ്ടാമത്തെ ഗെറ്റിംഗ് ജനറൽ ഫോം ഓഫ് ഫോർമുല ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, കൺവെർട്ടിംഗ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആ ഡൈമെൻഷണൽ ഫോർമുല വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ 100% ചോദിക്കുക ഈ ഒരു സെക്ഷൻ ആണ്. ഓക്കെ, ഇതൊരു 80% ഒക്കെ ചോദിക്കുള്ളൂ. ഇത് വളരെ വിരളമായിട്ട് എക്സാമിൽ ചോദിക്കാറുള്ളൂ അവസാനത്തെ സെക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 1 by 1 ആയിട്ട് എന്താ കഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതില് ഒന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് അതിന്റെ പരിപാടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ലെഫ്റ്റിലത്തെ മാസിന്റെ പവർ റൈറ്റിലത്തെ മാസിന്റെ പവറിന് ഈക്വൽ ആവണം. ലെഫ്റ്റിലത്തെ ലെങ്ത്തിന്റെ പവർ റൈറ്റിലത്തെ ലെങ്ത്തിന്റെ പവറിന് ഈക്വൽ ആവണം. ലെഫ്റ്റിലത്തെ ടൈമിന്റെ പവർ റൈറ്റിലത്തെ ടൈമിന്റെ പവറിന് ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം നോക്കാം. സ്ഥിരം ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യ ഒട്ടാകെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു ചോദ്യം. അത് യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ചെക്ക് വെദർ ദ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh ഈസ് ഡൈമെൻഷണലി കറക്റ്റ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എടുത്ത് എഴുതലാണ്. ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh. ഇനി അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഡൈമെൻഷൻസ് എടുക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതി വെക്കണം മക്കളെ. ടേക്കിംഗ് ഡൈമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ്സ്, അപ്പുറത്തും ഇപ്പുറത്തും ഡൈമെൻഷൻസ് എടുക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹാഫ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ നൈസ് ആയിട്ട് ഒഴിവാക്കി. ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി എം എന്ന് പറഞ്ഞ മാസ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണോ, എൽ ടി റേസ് ടു -1 ആണ്, മുകളിൽ സ്ക്വയർ ഉണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഫോർമുല നമുക്കറിയാം, എൽ ടി റേസ് ടു -2. എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്, എൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യണം അല്ലെ. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? എം ഈ സ്ക്വയർ ഇതിന്റെ മേലെ വരാണോ, അപ്പൊ എൽ സ്ക്വയർ. ഈ 2 ഇതിന്റെ മേലെ വരാണോ, അപ്പൊ ടി റേസ് ടു -2. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എം എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ ടി റേസ് ടു -2. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ മാസിന്റെ പവർ 1, ഇവിടുത്തെ മാസിന്റെ പവർ 1, ഇവിടുത്തെ ലെങ്ത്തിന്റെ പവർ 2, ഇവിടുത്തെ ലെങ്ത്തിന്റെ പവർ 2, ഇവിടുത്തെ ടൈമിന്റെ പവർ -2, ഇവിടുത്തെ ടൈമിന്റെ പവർ -2. സോ ദി ഇക്വേഷൻ ഈസ് ഡൈമെൻഷണലി കറക്റ്റ്. ഇതുപോലെ ആയില്ലേ? LHSത്തെ പവർ RHSലെ പവറിനോട് ഈക്വൽ ആയില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ മക്കളെ കംപ്ലീറ്റ് ചെയ്യാന്ന് അറിയോടാ? ഡൈമെൻഷൻ ഓഫ് LHS is equal to dimension of RHS.
So the equation is dimensionally correct. സ്ഥിരം 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഇത് മനസ്സിലാകണമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ നോക്കാം. രണ്ടാമതായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എഴുതി വെക്കുന്നുണ്ട് മക്കളെ. A ഈക്വൽ ടു അല്ലെ, നമ്മൾ പഠിച്ചു വെച്ചുള്ള ഇക്വേഷൻ തന്നെയാണോ, V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്തായിരുന്നു, ഇക്വേഷൻ എടുത്ത് എഴുതി. പിന്നെ ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരണ LT raised to minus 1 വെലോസിറ്റിയുടെ LT raised to minus 1 സ്ക്വയർ ഉണ്ട് ഈക്വൽ ടു U എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, LT raised to minus 1 ഹോൾ സ്ക്വയർ പ്ലസ് ഈ 2 നൈസ് ആയിട്ട് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ആക്സലറേഷന്റെ LT raised to minus 2, ഡിസ്പ്ലേസ്മെന്റിന്റെ L. ഓക്കെ, ഇനി നമുക്ക് നൈസ് ആയിട്ട് ആ സ്ക്വയർ ഉള്ളിലേക്ക് എടുക്കണം അല്ലെ. ബി സ്ക്വയർ ഇതിന്റെ മേലേക്ക് വരുമ്പോൾ എങ്ങനെ മക്കളെ വരണം പറഞ്ഞ്, L സ്ക്വയർ T raised to minus 2 ഈക്വൽ ടു, ഇനി ഈ സ്ക്വയർ ഇതിന്റെ മേലേക്ക് വരുമ്പോൾ L സ്ക്വയർ T raised to minus 2, ഓക്കെ, പ്ലസ് L into L സ്ക്വയർ T raised to minus 2. മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾ എല്ലാത്തിനും സെയിം ഡൈമെൻഷൻ അല്ലേ. അതായത് ഈ ടൈമിന്റെ ഡൈമെൻഷനും സെയിം അല്ലേ. ഒരിക്കലും ഇത് കൂട്ടി ചെയ്തെടുത്തിട്ടാ സെയിം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞിട്ട് ഇതാ, ദിസ് ഇക്വേഷൻ ഈസ് ഡൈമെൻഷനലി കറക്റ്റ്. ഇപ്പൊ ഇവിടുത്തെ ഡയലോഗ് എന്താണെന്ന് അറിയോടാ, ഡൈമെൻഷൻ ഓഫ് LHS is equal to dimension of each term in RHS. So the equation is dimensionally correct. Okay, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണം. ബി ക്വസ്റ്റ്യൻ ഇരിക്കുന്നു, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ അല്ലെ. S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. അപ്പൊ നമ്മുടെ പരിപാടി എന്താ, ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ് അല്ലെ. ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുക. രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ വരടാ, S എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്, നീളമാണ് L ഈക്വൽ ടു വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LT raised to minus 1 into ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T പ്ലസ് ഒഴിവാക്കി കളയടാ LT raised to minus 2 into T സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. L ഈക്വൽ ടു L ഈ T raised to minus 1 ഉം into T raised to 1 എത്ര വരാന്നറിയോ. ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വർക്ക്ഔട്ട് ചെയ്യണം മക്കളെ. ശ്രദ്ധിക്കാം, മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to a into x raised to b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to a plus b ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ T raised to minus 1 into T raised to 1 എന്ന് പറഞ്ഞാൽ എത്രയുടെ വരാ, T raised to minus 1 plus 1 equal to T raised to 0 which is equal to 1. Any number raised to 0 equal to 1 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് T raised to minus 1 into T raised to 1 എന്ന് പറഞ്ഞാൽ എന്താ വരാ അല്ലെ, T raised to 0 വരും which equal to 1, കുഴപ്പമില്ല, പ്ലസ് L into ഇത് രണ്ടും ഇതുപോലെ പോയില്ലേ, T raised to minus 2 into T raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T raised to 0 which is equal to 1. നോക്കിയാൽ നിങ്ങൾ എല്ലാ ടൈമിന്റെയും ഈ ടൈമിന്റെ ഡൈമെൻഷനും ഒക്കെ സെയിം അല്ലേ. സോ ദ ഇക്വേഷൻ ഈസ് ഡൈമെൻഷനലി കറക്റ്റ്. നമ്മുടെ ഡയലോഗ് നമ്മളെ സെയിം ഡയലോഗ് തന്നെ അവിടെ എഴുതി വെക്കാം നമുക്ക്. അപ്പൊ നമ്മൾ സെയിം ഡയലോഗ് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് കിടക്കാം. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ അല്ലെ. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കാം C. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, V equal to U plus AT അല്ലെ. V equal to U plus AT. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്തായിരുന്നു, ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ. ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ്സിലും എന്ത് ചെയ്യുക, ഡൈമെൻഷൻ എടുക്കുക. അപ്പൊ ഇങ്ങനെ മക്കളെ വരടാ, വെലോസിറ്റി നമുക്കറിയാം LT raised to minus 1 ആണ്, പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് അല്ല ഈക്വൽ ടു അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി LT raised to minus 1 തന്നെയാണ്, പ്ലസ് ആക്സിലറേഷൻ എന്താ മക്കളെ വരടാ, LT raised to minus 2 into T അല്ലെ. അപ്പൊ എന്താ മക്കളെ വന്നേ, LT raised to minus 1 equal to LT raised to minus 1 plus LT raised to minus 2 into T. ഇത് അഗൈൻ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ LT raised to minus 2 equal to LT raised to
-1 അല്ലെ, lt raised to -1 പ്ലസ് എൽ. ഇത് സോൾവ് ചെയ്യണം നമുക്ക്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരാം? ടി റേസ് ടു 1 എന്നല്ലേ സംഗതി. അപ്പൊ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റേസ് ടു -2 പ്ലസ് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ടി റേസ് ടു -1 ആണ് അല്ലെ. അപ്പൊ എൽ ടി റേസ് ടു -1. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയ മക്കളെ, ഈ ടൈമിന്റെ ഡൈമെൻഷനും ഈ ടൈമിന്റെ ഡൈമെൻഷനും ഒക്കെ സെയിം ആയിട്ട് വന്നില്ലേ? അപ്പൊ നമ്മുടെ ഡയലോഗ് എന്താ? ഈ സെയിം ഡയലോഗ് തന്നെ അവിടെ എഴുതി വെക്കുക. ഞാൻ എഴുതി വെക്കട്ടെ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സെയിം ഡയലോഗ് തന്നെ അല്ലെ എഴുതി വെക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം അല്ലെ, നമ്മുടെ ഡി ക്വസ്റ്റ്യൻ ഈ സമം എം സി സ്ക്വയർ, ഐൻസ്റ്റീന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ അത്. ആ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയൂടെ? എനർജി എന്നർത്ഥം. സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അപ്പൊ നമുക്ക് അതിന് എന്താ പരിപാടി? നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതാം. ഇ സമം എം സി സ്ക്വയർ. നമ്മുടെ ഡയലോഗ് എന്താ മക്കളെ? ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ, ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുക. അപ്പൊ എങ്ങനെ മക്കളെ വരണം? എനർജി അല്ലെ, എല്ലാ എനർജിക്കും ഓരോ ഡൈമെൻഷൻ തന്നെ. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈക്വൽ ടു എം. സ്പീഡിന്റെ നമുക്കറിയാം എൽ ടി റേസ് ടു -1, പക്ഷെ സ്ക്വയർ ഉണ്ട് അല്ലെ, ഇവിടെ സ്ക്വയർ ഇല്ലേ, അത് ഇവിടെ എടുത്ത് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ എങ്ങനെ മക്കളെ വരണം? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈക്വൽ ടു എം. ഈ സ്ക്വയർ ഇതിന്റെ മേലേക്ക് വരും അല്ലെ, അപ്പൊ എൽ സ്ക്വയർ ടി റേസ് ടു -2. നോക്കിയടാ, മാസിന്റെ പവർ ഇവിടുത്തെ മാസിന്റെ പവറിന് ഈക്വൽ അല്ലേ? എത്രയത്? 1. ഇവിടുത്തെ ലെങ്ത്തിന്റെ പവറിന് ഈക്വൽ അല്ലേ? എത്രയത്? 2. ഇവിടുത്തെ ടൈമിന്റെ പവറിന് ഈക്വൽ അല്ലേ? -2. അപ്പൊ നമ്മുടെ ഡയലോഗ് എഴുതി വെക്കട്ടെ ഞാൻ. അപ്പൊ നമ്മൾ നമ്മുടെ ഡിയാമത്തെ ക്വസ്റ്റിന്റെ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അവസാനത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഇയാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇയാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇക്വേഷൻ എടുത്ത് എഴുതാം. അപ്പൊ എങ്ങനെ നമ്മുടെ ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇ അല്ലെ, that is t equal to 2 pi root L by G അല്ലെ, 2 pi root L by G. എനിക്ക് റൂട്ട് ഇഷ്ടമല്ല, റൂട്ട് കളയണം. അതിന് നമ്മൾ എന്താ പരിപാടിയുടെ? സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് അല്ലെ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പൊ എങ്ങനെ നമുക്ക് വരാം? ടി സ്ക്വയർ ഈക്വൽ ടു 4 pi സ്ക്വയർ L by G. ടി സ്ക്വയർ ഈക്വൽ ടു 4 pi സ്ക്വയർ L by G. ഇനി എന്താ നമ്മുടെ പരിപാടി? നമ്മുടെ ഡയലോഗ് ഇല്ലേ, ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ, ടേക്കിംഗ് dimension on both sides. Dimension on both sides. രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുക. രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ വരാം? ടൈം ആണ്, അപ്പൊ ടി സ്ക്വയർ തന്നെ അല്ലെ. ഇവന് നൈസായിട്ട് ഒഴിവാക്കി വിടാം അല്ലെ, ഈ രണ്ട് ആൾക്കാർക്ക് ഡൈമെൻഷൻ ഒന്നുമില്ല. ലെങ്ത്തിന്റെ നമുക്കറിയാം, എല്ലാം നമുക്കറിയാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഇത്, ആക്സിലറേഷന്റെ ഡൈമെൻഷണൽ ഫോർമുല. ഈ എല്ലും കട്ടായി പോയി. ടി റേസ് ടു -2 മേലേക്ക് എടുക്കുമ്പോൾ ചിഹ്നം മാറും. അപ്പൊ എങ്ങനെ മക്കളെ വരടാ? ടി സ്ക്വയർ ഈക്വൽ ടു അല്ലെ, ടി സ്ക്വയർ ഈക്വൽ ടു ടി സ്ക്വയർ അല്ലെ, ടി സ്ക്വയർ ഈക്വൽ ടു ടി സ്ക്വയർ. നമ്മുടെ സെയിം ഡയലോഗിനെ എഴുതി വെക്കടാ, ഈ സെയിം ഡയലോഗിനെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടാ. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി ഓഫ് മാസ് m and velocity v moving in a circular orbit of radius r is given by f equal to mv square by r അല്ലെ. അപ്പൊ f equal to mv square divided by r. ചെക്ക് ദ ഡൈമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇത് നമ്മുടെ നോർമൽ പരിപാടി തന്നെ അല്ലെ. എന്താ നമ്മുടെ പരിപാടി? ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ, രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുക. ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്, ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എങ്ങനെ വരണ? എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു എം വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു -1 ദ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ അല്ലെ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്താ എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു എം. ഈ സ്ക്വയർ ഇതിന്റെ മാർക്ക് ചെയ്ത എൽ സ്ക്വയർ, ഈ സ്ക്വയർ ഇതിന്റെ മാർക്ക് ചെയ്ത ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ എൽ. എല്ലും വെട്ടിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ ചെയ്താ എം എൽ ടി റേസ് ടു -2 ഈക്വൽ ടു എം എൽ ടി റേസ് ടു -2. അപ്പൊ നമ്മുടെ ഡയലോഗ് എന്തായിരുന്നു മക്കളെ? ദ ഡൈമെൻഷൻ ഓഫ് LHS ഇത് സെയിം അല്ലേ, ഈസ് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് RHS. So the equation is dimensionally correct. Okay.
മാർച്ച് 2020 തന്നെ ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ദ വോളിയം ഓഫ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ദ വോളിയം ഓഫ് വാട്ടർ falling out through a pipe in a given time t is v equal to the volume of water flowing അല്ല ട്ടോ, flowing ആണ്, flowing out through a pipe in a given time t is given by v equal to ka square ut. അപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ എടുത്ത് ചെയ്താ v equal to ka square ut. നമ്മുടെ പരിപാടി എന്താ, അപ്പുറത്തും ഇപ്പുറത്തും ഡൈമെൻഷൻ എടുക്കുക അല്ലെ. ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്, ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുക അല്ലെ. നമ്മുടെ ആൻസർ ആണ്. ഓക്കെ, അപ്പൊ വി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വോളിയാണ് അല്ലെ. അപ്പൊ വോളിയത്തിന്റെ എൽ ക്യൂബ് ആണ് ഈക്വൽ ടു കെ പറഞ്ഞിട്ടുണ്ട് ഡൈമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ് പറഞ്ഞിട്ടുണ്ട് ട്ടാ. എന്ന് വെച്ചാൽ എന്താ സംഗതി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ നമുക്കറിയാം എൽ സ്ക്വയർ ആണ്, പക്ഷെ അവിടെ ഓൾറെഡി ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് ആ സ്ക്വയർ നമ്മൾ പരിഗണിക്കണം. യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, എൽ ടി റേസ് ടു -1 ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്, ടി. ഓക്കെ, ഇനി എൽ ക്യൂബ് ഈക്വൽ ടു എൽ റേസ് ടു 4 എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി. എൽ ക്യൂബ് ഈക്വൽ ടു ഇത് രണ്ടുപേരും അല്ലെ, ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 0 1 ആയിട്ട് പോയി. എൽ റേസ് ടു 4 ഇൻറ്റു എൽ റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ റേസ് ടു 5 ആണ് വരാം അല്ലെ. ഇപ്പുറത്തും സെയിം ആണോ, ഇതും സെയിം ആണോ? സോ ദി ഇക്വേഷൻ ഈസ് ഡൈമെൻഷനലി റോങ് അല്ലെ. നമ്മളെങ്ങനെ മക്കളെ എഴുതാടാ, ഡൈമെൻഷൻ ഓഫ് LHS നോട്ട് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് RHS. So the equation is dimensionally wrong or incorrect അല്ലെ, dimensionally incorrect. സംഭവം സിമ്പിൾ പരിപാടി അല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ v equal to root gm/r where v is the velocity, g is the gravitational constant and r is the orbital radius of earth. അപ്പൊ നമ്മളിത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മളിത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മുടെ അടുത്ത പരിപാടി എന്താ മക്കളെ, ഇക്വേഷൻ എടുത്ത് എഴുതാം. ഇവിടെ സ്ക്വയർ റൂട്ട് വന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, അതിനെ സ്ക്വയർ എടുത്തിട്ട് ആ റൂട്ട് അങ്ങോട്ട് കളയാൻ പോവാ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് എഴുതി വെക്കണം നോക്കിയേ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പോ വി സ്ക്വയർ ഈക്വൽ ടു ആ റൂട്ട് അങ്ങോട്ട് പോയി അല്ലെ, gm/r. നമ്മുടെ അടുത്ത പരിപാടി എന്താ മക്കളെ, ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് അല്ലെ, ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഡൈമെൻഷൻ എടുക്കുക. അപ്പൊ LHS വെലോസിറ്റി ആണ് എൽ ടി റേസ് ടു -1, സ്ക്വയറുടെ മറക്കരുത് കേട്ടാ. സീക്വൽ ടു ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ പിടിക്കണം കേട്ടാ. പിന്നെ ജിയുടെ പേര് നമുക്കറിയാം, m റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2. m മാസാണ് m, ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ തര റേഡിയസ്, അപ്പൊ L ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരൊക്കെയാണെന്ന് ക്യാൻസൽ ആയി പോവാ, ഈ L ക്യാൻസൽ ആയി പോയി. പിന്നെ ഈ ക്യൂബ് വെട്ടി 2 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയോ ഈ m റേസ് ടു -1 ഇൻറ്റു m എത്ര വരെ നമുക്കറിയാം, m റേസ് ടു -1 അല്ലെ, m റേസ് ടു -1 ഇൻറ്റു m റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m റേസ് ടു 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരാം, L സ്ക്വയർ ടി റേസ് ടു -2 അല്ലെ, ഈ സ്ക്വയർ ഇതിന്റെ മേലേക്ക് വന്നു, ഈ 2 ഇതിന്റെ മേലേക്ക് വന്നു അല്ലെ, ഇസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെ മക്കളെ വരടാ, L സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആയിട്ട് വന്നില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആയിട്ട് വരാണെങ്കിൽ നമ്മൾ എന്താ പരിപാടി എഴുതി വെക്കാറ്, ഡൈമെൻഷൻ ഓഫ് LHS is equal to dimension of RHS, so the equation is dimensionally correct അല്ലെ. അതാണ് നമ്മുടെ ഡയലോഗ്. അപ്പൊ ഞാൻ അതിവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം മാർച്ച് 2018 ചോദ്യം കേട്ടോ. The displacement s of a body in a time t is given by s equal to at square plus bt. Find the dimension of a and b. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഇതിന്റെ ഡൈമെൻഷനും എന്തായിരിക്കും, സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ രണ്ടുപേരെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ s ഈക്വൽ ടു at. ഓക്കെ, അപ്പൊ ഇതില് a ഈക്വൽ ടു എന്താ വരാ, s/t which is equal to s എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണെന്നറിയാം, L ആണ്, ഡിവൈഡഡ് ബൈ ടൈമിന്റെ ടി ആണ്, ടീനെ മേലേക്ക് എടുക്കുക. അപ്പൊ എൽ ടി റേസ് ടു -1. ഇതാണ് നമ്മുടെ ഡൈമെൻഷണൽ ഫോർമുല.
ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവനും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരാം? എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ അല്ലെ, എസ് ഈക്വൽ ടു എ ടി സ്ക്വയർ. അപ്പൊ എങ്ങനെ നമുക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ബി ടി സ്ക്വയർ അല്ലെ, എസ് ഈക്വൽ ടു ബി ടി സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു എസ് ബൈ ടി സ്ക്വയർ അല്ലെ, ബി ഈക്വൽ ടു എസ് ബൈ ടി സ്ക്വയർ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു എൽ അല്ലെ, ഡിസ്പ്ലേസ്മെന്റിന്റെ എല്ലാണ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ടി സ്ക്വയറിനെ മേലേക്ക് എടുക്കുമ്പോൾ എൽ ടി റേസ് ടു മൈനസ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടെത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ ഗ്യാസ് ഈസ് പി പ്ലസ് എ ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് ബി ഈക്വൽ ടു ആർ ടി. ഡിറ്റർമിൻ ദ ഡയമെൻഷൻ ഓഫ് എ ആൻഡ് ബി, where P is the pressure, V is the volume, T is the temperature, and R is universal gas constant. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം അറിയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡൈമെൻഷനുള്ള ആളുകളെയാണ് കൂട്ടാനോ കുറയ്ക്കുവാനോ പാടുള്ളൂ. ഓക്കെ, ഒരേ ഡൈമെൻഷനുള്ള ആളുകളെയാണ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഡൈമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൈമെൻഷനും സെയിം ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പി ഈക്വൽ ടു എ ബൈ ബി സ്ക്വയർ ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് എയുടെ നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ ഈക്വൽ ടു പി വി സ്ക്വയർ. പിയുടെ ഡൈമെൻഷൻ ഫോർമുല നമുക്കറിയാം, എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ആണ്. വി എന്ന് പറഞ്ഞിട്ട് വോളിയാന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് എൽ ക്യൂബ് വോൾ റേസ് ടു 2 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 എൽ റേസ് ടു 6 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ഇതിന് രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ എങ്ങനെ വരാം? എൽ റേസ് ടു 5 ടി റേസ് ടു മൈനസ് 2. അപ്പൊ നമുക്ക് എയർ ഡൈമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ബിയുടെ എങ്ങനെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഡൈമെൻഷൻ സെയിം ആവാം. എന്നാലും നമുക്ക് ഇതുപോലെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ബിയുടെ ഡൈമെൻഷണൽ ഫോർമുല വോളിയാണ്, എൽ ക്യൂബ് ആണ്. ഓക്കെ, സംഗതി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കാണ്. ഈ സെക്ഷൻ വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഇതേപോലെ കുറച്ചധികം ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.